മാണിസികാപ്പൻ MLA രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി. പാലാ മുനിസിപ്പാലിറ്റിയിലെ 7ാം വാർഡായ പുലിമലക്കുന്നിലെ 1ാം നമ്പർ ബൂത്തിലാണ് മാണിസികാപ്പൻ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7:20-ന് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് മാണിസികാപ്പൻ വോട്ട് ചെയ്യാൻ എത്തിയത്. പാലായിൽ UDFന്റെ വിജയം ഉറപ്പാണെന്നും ധാരണ പ്രകാരമാണ് പാലാ നഗരസഭയിലെ 3 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്താത്തതെന്നും മാണിസികാപ്പൻ MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റി വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് അതുപോലെ തന്നെ പാലാ നിയോജകമണ്ഡലത്തിൽപ്പെട്ട 12 പഞ്ചായത്തുകളിൽ 9 പഞ്ചായത്തും UDF നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള വോട്ടാണ്, അല്ലാതെ പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള വോട്ടുകളോ മുനിസിപ്പൽ ഭരണത്തിൻ്റെ ദൂഷ്യങ്ങളും അവിടെ ഉണ്ട് എന്നൊരു സത്യമാണ്. 3 പേരുടെ സ്ഥാനം ഞങ്ങൾ പിന്തുണയ്ക്കുക. അവർ സ്വതന്ത്ര മുന്നണിയായിട്ട് മത്സരിക്കുന്നു, അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്. അതായത് ജനാധിപത്യ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല, ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളും ഭിന്നിച്ചു പോകാൻ പാടില്ല, ഭരണവിരുദ്ധ വോട്ടുകളും ഭിന്നിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ആ സീറ്റിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ധാരണയുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. ഇടതുപക്ഷ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. 3 പേർ സ്വതന്ത്ര മുന്നണിയായി മത്സരിക്കുന്നതിനാൽ അവരെ പിന്തുണയ്ക്കുകയാണ്. അതിനു പിന്നിൽ വ്യക്തമായ ധാരണയുണ്ടെന്നും MLA പറഞ്ഞു.